സ്വർണം എന്നും സുരക്ഷിത നിക്ഷേപമായാണ് നാം കാണുന്നത്. നമ്മൾ മാത്രമല്ല, രാജ്യങ്ങൾ പോലും സാമ്പത്തിക ദൃഢത അളക്കുന്നത് സ്വർണത്തിലാണ്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ലക്ഷത്തിനടുത്തെത്തിയെങ്കിലും ആഭരണ കടകളിൽ തിരക്ക് കുറയാത്തത്. ഇതിന്റെ ചുവട് പിടിച്ച് നിരവധി സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ സ്വർണ്ണക്കടകൾ നടത്തുന്നുണ്ട്. നമ്മളിൽ ചിലരൊക്കെ വർഷങ്ങളായി അതിന്റെ ഉപഭോക്താക്കളും ഗുണഭോക്താക്കളുമായിരിക്കും. പക്ഷേ റിസ്ക് നിറഞ്ഞ ചില സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി. അടുത്തിടെ 160% സ്വർണത്തിന്റെ വില വർദ്ധിച്ചത്. അതിനാൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കൂടി. ഇതിനിടയിലാണ് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന സെബിയുടെ നടപടി വന്നിരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന സ്വർണ്ണ നിക്ഷേപത്തിലാണ് സെബിയുടെ ഉപദേശം. 10 രൂപ മുതൽ സ്വർണം വാങ്ങാം എന്ന പേരിൽ നമ്മളെ ആകർഷിക്കുന്ന ഡിജിറ്റൽ ഗോൾഡ് പദ്ധതികളെക്കുറിച്ചാണ് സെബി പറയുന്നത്. വളരെ കുറഞ്ഞ തുകയ്ക്ക് ഫോൺ പേ, പേടിഎം പോലുള്ള UPI ആപ്പുകൾ വഴി എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താം. ഇത് സ്വർണ്ണ നിക്ഷേപം വളരെ എളുപ്പമാക്കുന്നു. പക്ഷേ ഇത്തരം നിക്ഷേപങ്ങളിൽ ജാഗ്രത ഉപദേശിക്കുകയാണ് സെബി. ഈ ഗോൾഡ് ഉൽപ്പന്നങ്ങളിൽ സെബിക്ക് നിയന്ത്രണം ഇല്ല എന്നതാണ് ഇതിലെ റിസ്ക് ഫാക്ടർ. ഇവ സെബിയുടെ നിയന്ത്രണത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഈ ഗോൾഡ് ഉൽപ്പന്നങ്ങൾ സെബിയുടെ നിയന്ത്രണത്തിൽ അല്ല എന്ന് ചുരുക്കം. ഇവയെ സെക്യൂരിറ്റികളായോ അല്ലെങ്കിൽ കമ്മോഡിറ്റി ഡെറിവേറ്റീവുകളായോ കണക്കാക്കില്ല. അതിനാൽ ഇതിൽ അപകട സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇത്തരം നിക്ഷേപങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് സെബിയുടെ സംരക്ഷണവും ഉണ്ടാകില്ല. എന്തെങ്കിലും തർക്കം ഉയർന്നാലോ തട്ടിപ്പുണ്ടായെന്ന് ഉപഭോക്താവിനെ ബോധ്യപ്പെട്ടാലോ സെബിക്ക് ഇടപെടാനാകില്ല. അപ്പോൾ ഏതാണ് സെബിയുടെ മേൽനോട്ടമുള്ള സുരക്ഷിതമായ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ? മ്യൂച്വൽ ഫണ്ടുകൾ നൽകുന്ന ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ഇലക്ട്രോണിക് ഗോൾഡ് റെസീറ്റുകൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്നിവ സെബിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. സ്വർണ്ണ വിപണിയിൽ നേരിട്ടിറങ്ങാതെ അതാത് ദിവസത്തെ സ്വർണ്ണ വില അറിഞ്ഞ് സ്വർണം വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നവയാണ് ഇത്തരം ഫണ്ടുകൾ. സ്വർണ്ണക്കട്ടികൾ ഇറക്കുമതി ചെയ്ത് സുരക്ഷിതമായ നിലവറകളിൽ സൂക്ഷിക്കുന്നു. ഇതിൽ ഒരംശം അല്ലെങ്കിൽ ഒരു ഭാഗം ഇലക്ട്രോണിക്കായി നമുക്ക് വാങ്ങാൻ അവസരം നൽകുന്നതാണ് ഈ പദ്ധതികൾ. സ്വർണം വാങ്ങുകയും ചെയ്യാം. സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിലെ അപകട സാധ്യത ഇല്ലതാനും. ഇതിന് ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നത് മാത്രമാണ് നിർബന്ധം. അതായത് വിവിധ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ എളുപ്പമായി സ്വർണ്ണ വിൽപ്പനയും. സ്വർണം വാങ്ങൽ വിൽക്കൽ പ്രക്രിയയിൽ ഇടനിലക്കാരനോ ബ്രോക്കറോ ഇല്ല എന്നതാണ് മറ്റൊരു മിച്ചം. അടുത്തിടെ വലിയ വില വർധനയാണ് സ്വർണത്തിനുണ്ടായത്. ഏതാനും മാസങ്ങൾ കൊണ്ട് സ്വർണ്ണവില പവന് 1 ലക്ഷത്തിനടുത്ത് വരികയും ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധം, ഡൊണാൾഡ് ട്രംപിന്റെ മറ്റു രാജ്യങ്ങളോടുള്ള താരിഫ് യുദ്ധ പ്രഖ്യാപനം തുടങ്ങി ആഗോളതലത്തിലെ നിരവധി വിഷയങ്ങൾ സ്വർണത്തിന്റെ മാറ്റുകൂട്ടി. അസ്ഥിര സമയത്തെ സുരക്ഷിത നിക്ഷേപം എന്ന പരമ്പരാഗത ചിന്തയാണ് സ്വർണത്തിന്റെ വില ഉയർത്തുന്നത്. ഇടയ്ക്ക് വില കുത്തനെ താഴ്ന്നുവെങ്കിലും പഴയ പോലെ ചെറിയ വിലയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപം എന്നതിൽ ഓൺലൈൻ ഗോൾഡ് എന്ന ആശയം ഉദിച്ചത്. ആകർഷകമായ പരസ്യങ്ങളിലൂടെ നിക്ഷേപകരെ സ്വാധീനിക്കാൻ ഈ ഓൺലൈൻ കമ്പനികൾക്ക് സാധിച്ചു. മൊബൈൽ ഫോണിലൂടെ എളുപ്പത്തിൽ സ്വർണം വാങ്ങാനും വിൽക്കാനും കഴിയുമെന്നത് സാധാരണക്കാരെ പോലും ഇത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. 10 രൂപ മുതൽ നിക്ഷേപിക്കാം. എല്ലാ തരത്തിലും ആകർഷകം. പക്ഷേ ചിലയിടങ്ങളിൽ നിന്ന് പരാതി ഉയർന്നപ്പോഴാണ് ഈ കമ്പനികൾക്ക് സെബിയുടെ നിയന്ത്രണം ഇല്ല എന്ന തിരിച്ചറിവ് ആളുകൾക്കുണ്ടായത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതൊക്കെയാണ് നിയമപരമായി സുരക്ഷിതത്വം നൽകുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് ജനങ്ങളെ അറിയിക്കാൻ സെബി തീരുമാനിക്കുകയായിരുന്നു. അതോടെയാണ് ഒരു മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകിയത്.